ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുമ്പോൾ നാം ഏറ്റവും അധികം കേൾക്കുന്ന സന്ദേശങ്ങളിലൊന്നാണ് ഗോഡ്സ് ലവ്, ദൈവത്തിൻ്റെ സ്നേഹം. നാം പാടുന്ന പാട്ടുകളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മുന്തി നിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. സുവിശേഷം അതിൻ്റെ അന്തസത്ത അത് വിവരിക്കുമ്പോൾ ഏറ്റവും എടുത്തു നിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും സത്യസന്ധരായിരിക്കും ദൈവമക്കൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ അവർ ആഗ്രഹിക്കുന്ന വണ്ണം ആസ്വദിക്കുവാനോ സ്നേഹിക്കുവാനോ കഴിയുന്നില്ല എന്ന് സാധാരണ കേൾക്കാറുണ്ട്. പലരും എന്നോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുള്ളൊരു കാര്യം, ഈ ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എത്രയോ വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ കൂടിയല്ല ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കുവാനായിട്ടുള്ള ചില മുഖവരകൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. നാം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ട വ്യക്തത കിട്ടാറില്ല. ദ സ്റ്റോറി ഓഫ് ദ ലവ് ഓഫ് ഗോഡ്, ദൈവസ്നേഹത്തിൻ്റെ കഥ എന്ന് നാം പറയാറുണ്ട്. പക്ഷേ കഥയ്ക്കുള്ളിലേക്ക് അധികം പോകാൻ നമുക്ക് കഴിയാറില്ല. ആ ചിത്രീകരണം വരെ മാത്രമേ നമുക്ക് പോകാൻ കഴിയാറുള്ളൂ. ഇതിലേറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന വാക്യം വിശ്വാസികളായിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. God so loved the world that he gave his only begotten son. ദൈവം തൻ്റെ പുത്രനെ, ഏകജാതനായിരിക്കുന്ന പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അത്രമാത്രം സ്നേഹിച്ചു. ഈ ഒരു വലിയ സന്ദേശം കൂടെ കൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ പലരും പറയാറുണ്ട്, but we don't clearly get it, what is beyond. അതിനകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആന്തരിക അർത്ഥം, അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ തീവ്രത, അതിൻ്റെ എക്സ്റ്റെൻസിറ്റി, അതിൻ്റെ വിശാലത, അതിൻ്റെ അഗാധത, the depth of it, ഇത് വേണ്ടവണ്ണം ഗ്രഹിക്കാൻ കഴിയാറില്ല. അല്ലെങ്കിൽ ആ ഒരു ബോധത്തിൽ നിന്നും ജീവിക്കുവാൻ കഴിയാറില്ല. സർവ്വസാധാരണ ആളുകൾ പറയുന്ന കാര്യമാണ്. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അതിനൊരു വ്യക്തത കിട്ടുന്ന ഒരു വിശദീകരണം നമുക്കിവിടെ കാണുവാൻ കഴിയും. എഫെസ്യ 3:19, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലവ്. ആ സ്നേഹത്തിന് അതിനെ ജ്ഞാനം കൊണ്ട് മുഴുവൻ ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. ലവ് ദാറ്റ് സർപാസസ് നോളജ്. അറിവിന്റെ അകത്ത് അതിനെ കൊണ്ടുവരാൻ കഴിയില്ല. ചിന്തയുടെ അകത്ത് അതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മളൊരു പാട്ടിൽ പാടുന്ന പോലെ അത് ചിന്തയിൽ അടങ്ങാം. സിന്ധു സമാനമായി സന്തതം കാണുന്ന ഞാൻ. It cannot be defined and captured in our mind. ആ സ്നേഹത്തെ നിർവചിച്ച് നമ്മുടെ മനസ്സുകളിൽ ഉൾക്കൊള്ളിച്ച ശേഷം now I understand it altogether, അതെനിക്കിപ്പോൾ പിടികിട്ടിയെന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. The love of God which no song can contain, no statement or explanation or story that can contain. ഒരു വിശദീകരണമോ ഒരു പ്രസ്താവനകളോ ഒരു പ്രഭാഷണങ്ങൾക്കോ ഉൾക്കൊള്ളാൻ കഴിയാത്ത ദൈവത്തിൻ്റെ സ്നേഹം. All said yet to be said. എല്ലാം പറഞ്ഞ ശേഷവും ബാക്കി പറയാൻ നിൽക്കുന്നു. നമ്മുടെ ഭാവനകൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലുള്ള ഒരു സ്നേഹമാണ് വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ എന്ന് പറയുമ്പോൾ ഇൻ ദ ഫോം ഓഫ് ഗോഡ്, what does it mean? Not to grasp his equality with God. ദൈവത്തോടുള്ള സമത്വം പിടിച്ചുകൊള്ളാതെ
അവിടുന്ന് താഴേക്കുള്ള വരവ് മനുഷ്യ സദൃശ്യത്തിലാകുന്നു, ദാസരൂപമെടുക്കുന്നു, തന്നെ താൻ വിനയപ്പെടുത്തുന്നു. ഇതിനെക്കുറിച്ചൊക്കെ എത്ര ഒരു ചിത്രീകരണം കിട്ടിയാലും പിന്നെയും നമുക്കതിനെക്കുറിച്ചുള്ള അതിൻ്റെ യഥാർത്ഥ അന്തസത്ത, ആ സ്നേഹത്തിൻ്റെ തീവ്രത, ആ സ്നേഹത്തിൽ എന്തുമാത്രം ഉൾക്കൊണ്ടിരുന്നു. വി ലിറ്റിൽ നോ ആൻഡ് വി കൻ നെവർ നോ ഇനഫ്. നമുക്ക് വളരെ കുറച്ച് മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് വേണ്ടവണ്ണം ഒരിക്കലും അറിയാൻ കഴിയത്തില്ല. ഇറ്റ്സ് ടു ബിഗ് ഫോർ അവർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ് ടു കണ്ടെയ്ൻ. നമ്മുടെ അറിവിനും പരിജ്ഞാനത്തിനും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതിന് വളരെ അപ്പുറത്തായിട്ടുള്ള ഒരു കാര്യമാണ് ലവ് ദാറ്റ് സർപാസസ് നോളജ്. അറിവിനെ കവിയുന്ന, അറിവിൻ്റെ തലത്തിലും വളരെ അപ്പുറത്തേക്ക് പോകുന്ന ഒന്നാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്ത് നാം നമ്മുടെ ക്രിസ്തീയ നടപ്പിലും ജീവിതത്തിലും നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനത്തിലും ഈ സ്ട്രൈറ്റ് ലൈൻ, ദൈവസ്നേഹത്തിൻ്റെ ഈ പ്രകാശനം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയും അനുഭവതലത്തിൽ കൂടി നമുക്ക് ഓരോ അളവിൽ വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആത്മാവിലുള്ള ജീവിതത്തിലും ആത്മാവിലുള്ള പ്രകാശനത്തിലും the further dimensions of this love, ഈ സ്നേഹത്തിന്റെ അളവിനെ കുറിച്ച് നമുക്കൊരു ഉൾക്കാഴ്ച കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെങ്കിൽ പൗലോസ് വേറൊരു ഡയറക്ഷൻ എടുക്കുകയാണ്. ഈ സ്നേഹത്തെക്കുറിച്ച് എപ്പോഴും കേൾക്കുന്ന, പറയുന്ന, പ്രസ്താവിക്കപ്പെടുന്ന, പുസ്തകത്തിലെല്ലാം എഴുതിയിരിക്കുന്ന ആ ഡയറക്റ്റ് മെത്തേഡ്, നേരിട്ട് ഈ സ്നേഹത്തെക്കുറിച്ചുള്ള ആ പ്രസ്താവനയുടെ ആ ഒരു ഡയറക്ഷൻ ഒന്ന് വിടുകയാണ്. സാധാരണ എപ്പോഴും നാം ദ റിഡീമേഴ്സ് ആംഗിൾ, ഗോഡ്സ് ലവ് ആംഗിൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വീക്ഷണകോണം, വീണ്ടെടുപ്പിലെ വീക്ഷണകോണം, ഇങ്ങനെ മാത്രമാണ് നാം അതിനെ അറിയുന്നത്. പക്ഷെ പൗലോസ് മറ്റൊരു ഡയറക്ഷനിൽ കൂടി അതിനെക്കുറിച്ച് പറയുകയാണ്. ആ പറയുന്നതാണ് 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ഇതെങ്ങനെയാണ്? ഈ സ്നേഹത്തെ അറിയുവാൻ മറ്റൊരു വഴി പൗലോസ് പരിചയപ്പെടുത്തുകയാണ്. അത് റിഡീമേഴ്സ് ആംഗിൾ അല്ല, വീണ്ടെടുപ്പിൻ്റെ വീക്ഷണകോണമല്ല, പിന്നെ ദ റിഡീംഡ് ആംഗിൾ ആണ്. വീണ്ടെടുക്കപ്പെട്ടവരുടെ, അവരെ പ്രദർശിപ്പിച്ചുകൊണ്ട്. സി, ഓൺ വൺ സൈഡ് ഇറ്റ്സ് എ ലവ് ഫ്രം ദ റിഡീമർ, വീണ്ടെടുപ്പുകാരെന്നുള്ള സ്നേഹം. മറ്റൊരു ഭാഗത്ത് കാണിക്കുന്ന എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം വീണ്ടെടുക്കപ്പെട്ടവരിൽ. ആ ഒരു കാഴ്ചയിലാണ് കൊണ്ടുവന്നത്. 18-ാം വാക്യം വായിക്കുമോ? നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടി ഗ്രഹിപ്പാൻ. കുറച്ചുകൂടെ കോൺക്രീറ്റ് ആക്കി കൊണ്ടുവരികയാണ്. കുറച്ചുകൂടി ദൃശ്യവും സ്പർശ്യവും നമുക്ക് വേഗം തൊടാവുന്ന നിലയിൽ ഈ സ്നേഹത്തിൻ്റെ മറ്റൊരു തലം കാണിക്കുകയാണ്. ആ തലം എങ്ങനെയാണ്? സകല വിശുദ്ധന്മാരോടും ചേർന്ന് ഈ സ്നേഹത്തെ വേറൊരു ആംഗിളിൽ കാണാനായിട്ട് പൗലോസ് അവരെ വിളിക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പൗലോസിന്റെ പ്രാർത്ഥനയിൽ നിന്നാണ് സകല വിശുദ്ധന്മാരോട്, സെയിൻസ് ഓഫ് ഗോഡ്. ഈ സെയിൻസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ദ കോൺസിക്രേറ്റഡ് വൺസ്, കർത്താവിന് സമർപ്പിതർ, കർത്താവിന് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നവർ, പ്രതിഷ്ഠിക്കപ്പെട്ടവർ, കർത്താവിനായിട്ട് വേർതിരിക്കപ്പെട്ടവർ, അവരിൽ പ്രത്യക്ഷമാകുന്ന ഒരു സ്നേഹം. ദൈവമക്കളിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമുണ്ട്. നാം കാൽവറിയെ കണ്ടു, കണ്ണടച്ച് പ്രാർത്ഥിച്ചു, ബൈബിളിലെ വാക്യങ്ങൾ കണ്ടും ദൈവസ്നേഹത്തെ അറിയുന്നു. But Paul says there is another way to say it. അത് കാണാൻ വേറൊരു വഴി ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ പ്രകാശം തന്നെയാണ് നമ്മൾ ഈ റെയിൻബോയിൽ കാണുന്നത്, മഴവില്ലിൽ കാണുന്നത്. മഴവില്ലിൽ നാം പ്രകാശം കാണുന്നത് എങ്ങനെയാണ്? 7 കളറുകളായിട്ടാണ് കാണുന്നത്. പ്രകാശത്തെ സ്പ്ലിറ്റ് ചെയ്താൽ ഈ 7 കളറുകളാണ്. ഇതുപോലെ തന്നെ ദൈവസ്നേഹത്തിൻ്റെ 4
ഭാഗങ്ങൾ ചേർന്ന ഒരു സ്പെക്ട്രമാണ് പൗലോസ് ഇവിടെ കൊണ്ടുവരുന്നത്. എ സ്പെക്ട്രം, എ ബാൻഡ് ഓഫ് ദ ലവ് ഓഫ് ഗോഡ്, ദ 4 aspects of it. ദൈവസ്നേഹത്തിന്റെ 4 ഘടകങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. അത് പ്രദർശിപ്പിക്കുന്നത് എവിടുന്നെയാണ്? ഇൻ ദ റെയിൻബോ, ത്രൂ ദ റെയിൻബോ ഓഫ് ദ സെയിൻസ് ഓഫ് ഗോഡ്. ദൈവഭക്തന്മാരെന്ന ആ മഴവില്ലിൽ കൂടി അത് പ്രദർശിപ്പിക്കുകയാണ്. എന്താ പ്രദർശിക്കപ്പെടുന്നത്? ദ ബ്രെഡ്ത്ത് ഓഫ് ഇറ്റ്, അതിൻ്റെ വീതി. വീതി എന്ന് പറഞ്ഞാൽ എന്താണത്? ദ വൈഡ്നെസ് ഓഫ് ഇറ്റ്, ദി എക്സ്റ്റെൻസീവ്നെസ് ഓഫ് ഇറ്റ്, ദ ബ്രോഡ്നെസ് ഓഫ് ഇറ്റ്, അതിൻ്റെ വിശാലത, അതിൻ്റെ ആ വീതി എത്ര വിശാലമായിരിക്കുന്നു. ദൈവസ്നേഹം വിശാലമായി പ്രദർശിക്കപ്പെട്ടു ദൈവത്തിൻ്റെ വിശുദ്ധരിൽ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രാർത്ഥന നാം വായിക്കുന്നുണ്ട്. അവിടെ ആ പ്രാർത്ഥനയിൽ പറയുന്ന, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിൽ നിന്നും, സകല ജാതികളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ അങ്ങേയ്ക്കായി വിലയ്ക്ക് വാങ്ങി. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിശാലതയാണ് നമ്മുടെ കാണുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിശാലത എന്താണ്? ദ വൈഡ്നെസ് ഓഫ് ദ ലവ് ഓഫ് ഗോഡ്. അതിനകത്ത് ആരുണ്ട്? സകല ഗോത്രം, all tribes of earth. സകല ജാതികളുണ്ട്, സകല വംശങ്ങളുണ്ട്, സകല ഭാഷക്കാരുണ്ട്. God's love transcends through and through. ഇതിൽ കൂടി എല്ലാം തഴുകിപ്പോകുന്ന, ചേർക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ലോകത്തിലെ സിദ്ധാന്തങ്ങൾ, പഠിപ്പിക്കൽ, ചിന്താഗതികൾ, എല്ലാ കാര്യവും ലിമിറ്റഡ് ആണ്. മതചിന്തകൾ പോലും ഒരു പ്രത്യേക സംസ്കാരത്തിനും സമൂഹത്തിനും ദേശത്തിനും വേണ്ടിയുള്ളതാണ്. എല്ലാം ലിമിറ്റഡ് ആണ്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം ലിമിറ്റ്ലെസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് സകല ഗോത്രങ്ങൾ, സകല ഭാഷകൾ, വംശങ്ങൾ, ഇതെല്ലാം കൂടെ ഉൾപ്പെട്ടി ഇതിനകത്ത് ഇതിനെ എല്ലാത്തിനെയും കൂടി കടന്നു പോകാനായിട്ട് കഴിയും. Any person of any language, any person of any culture, any person of any background, ഏത് പശ്ചാത്തലത്തിലും, ഏത് ഭാഷയിലും, ഏത് ജാതിയിലുമുള്ള ഏതൊരു വ്യക്തിയിലേക്കും അവരെ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. നാം ഇവിടെ ഇരിക്കുന്ന പലരും ജനിച്ച ദേശം, വളർന്ന ദേശം, സംസാരിച്ചു തുടങ്ങിയ ഭാഷ, നാം വിശ്വസിച്ച് വന്നിരുന്ന വിശ്വാസ സംഹിത, നാം പരിചയിച്ചു വന്ന ജീവിതം, ഇറ്റ്സ് ഡിഫറെന്റ്, ഇറ്റ്സ് ഡൈവേഴ്സ്, വിഭിന്നമാണ്, വ്യത്യസ്തമാണ്. നാം വ്യത്യസ്തമായിരിക്കുന്ന കളറുള്ള വസ്ത്രം ധരിച്ച് വന്നിരിക്കുന്നത് പോലെ തന്നെ അനേക വ്യത്യസ്തതകളോടുകൂടിയവരാണ് നാം എല്ലാവരും. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ആ വ്യത്യസ്തതകളുടെ പരിമിതികളില്ലാതെ വണ്ണം ഏത് ഭാഷയിലേക്കും, ഏത് പശ്ചാത്തലത്തിലേക്കും, ഏത് സംസ്കാരത്തിലും, ഏത് ജീവിത പശ്ചാത്തലത്തിലും കടന്നു വന്നിരിക്കുന്ന എല്ലാവരിലേക്കും കടന്നു പോകാൻ കഴിയുന്നതും അവരെല്ലാം ചേർത്ത് നിർത്തുന്നതുമായിട്ടുള്ള ഒന്നാണ്. ദാറ്റ് ബ്രോഡ് ഈസ് ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹം അത്രമാത്രം വിശാലമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? The more you know the love of God, the more you're broad in understanding, accommodating, including people of God. ദൈവജനത്തെ അറിയുന്നതിലും അവരെ ഉൾക്കൊള്ളുന്നതിലും അവരെ മനസ്സിലാക്കുന്നതിലും കഴിയുമാർ നമ്മുടെ ഹൃദയം വിശാലമായി കൊണ്ടിരിക്കും. എപ്പോൾ? ഈ സ്നേഹം എന്നെയും ഉൾക്കൊണ്ടു. ഓരോരുത്തർക്കും പറയാം, എന്നെയും ഉൾക്കൊണ്ടു. ഈ ഭാഷ സംസാരിക്കുന്ന, ഈ ജാതിയിൽ ജനിച്ച, ഈ പ്രകൃതമുള്ള, ഈ വ്യത്യസ്തതയുള്ള, that is the way we came to know one another. ഈ സ്നേഹത്തിൻ്റെ വിശാലതയിലാണ് നാം അന്യോന്യം കൈകൊടുക്കാനായിട്ട് തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ് എന്ന് പറയാനായിട്ട് തുടങ്ങി. ഫാദർ എന്ന് ഒരുമിച്ച് നമുക്ക് പറയാൻ കഴിഞ്ഞത് ഈ സ്നേഹത്തിൻ്റെ വിശാലതയിലാണ്.
ഓർക്കുക, ഈ സ്നേഹത്തിന്റെ വിശാലത അറിയുന്ന ആരും ഐ എം ബെറ്റർ ദാൻ യു, ഐ എം മോർ ഇമ്പോർട്ടൻ്റ് ദാൻ യു, ഞാൻ നിന്നേക്കാളും ഉത്തമനാണ്, നിന്നേക്കാളും പ്രാധാന്യമുള്ളവനാണ്, ഉച്ചനീചത്വങ്ങൾക്ക് സ്ഥാനമില്ലാതെ വരും ദൈവസ്നേഹത്തിന്റെ വിശാലത നാം അറിയുന്നു. ഓരോരുത്തരെ പരിചയപ്പെടുത്തുമ്പോൾ എങ്ങനെ അവരുടെ വലിപ്പം പുറത്തു കൊണ്ടുവരാം എന്നുള്ളത് നമ്മുടെയൊക്കെ നാട്ടിൽ സർവ്വസാധാരണമാണ്. കുടുംബത്തിന്റെ പൊക്കം പറഞ്ഞ്, അത് നേരിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പറഞ്ഞ് ആളുകൾ പൊങ്ങാൻ തുടങ്ങും. ആളുകളുടെയൊക്കെ മനസ്സിൽ പൊങ്ങച്ചത്തിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായിരിക്കുന്നു ഈ പൊങ്ങച്ചം എന്ന് പറയുന്ന ഈ മുനമ്പ് ഇവിടെ ഇരിക്കാൻ കാര്യം എന്താണെന്ന് അറിയാമോ? പൊങ്ങച്ചം എന്ന് പറയുന്ന മുനമ്പ് ഇവിടെ ഇരിക്കാൻ കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവസ്നേഹത്തിന്റെ വിശാലതയുടെ സമുദ്രം അതിന് വീതി വരാതിരിക്കാത്തത്. The more your heart is filled with the broadness of love of God. ദൈവസ്നേഹത്തിന്റെ വിശാലത നമ്മുടെ ഹൃദയത്തിൽ നിറയും തോറും വേറെ പൊക്കമൊക്കെ അതിനടിയിലേക്ക് പോകും. കേട്ടോ, ഞാൻ ജനിച്ചത് ഇന്ന വീട്ടിലാ, എൻ്റെ അപ്പൻ IAS ആയിരുന്നു, ഞാൻ ബ്രാഹ്മണനായിട്ടാണ് ജനിച്ചത്, ഞങ്ങൾ ഇന്ന കൂട്ടരാണ്, ഇതെല്ലാം പോകും. ബാക്കിയെല്ലാം പുറത്തു വരുന്നതിൻ്റെ കാരണം ദൈവസ്നേഹത്തിന്റെ വിശാലത അറിയാത്തതുകൊണ്ട്. ഇനി നിങ്ങളിൽ ആരെങ്കിലും ഞാൻ ചെറിയവനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, if you always think about you so small, നിങ്ങൾ ഏറ്റവും ചെറിയവനാണ്, എനിക്ക് പഠിത്തമില്ല, എൻ്റെ ജാതി ചെറുതാണ്, എൻ്റെ വീട്ടുകാരുടെ പേര് പറയാൻ എനിക്ക് പറ്റത്തില്ല, ഐ എം ടു സ്മോൾ ടു കം ടു ദ ലൈം ലൈറ്റ്, പുറത്തേക്ക് വരാൻ, ആളുകളുടെ മുമ്പിൽ വരാൻ ഞാൻ ഏറ്റവും ചെറിയവനാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, it only means that you have yet to see the broadness of the love of God. ദൈവസ്നേഹത്തിന്റെ വിശാലത കാണുവാനായിട്ടുണ്ട്. The more you see that, നിങ്ങളത് കാണും തോറും praise the Lord, ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോട് തപസിക്കേണ്ടതിനായി എന്നുള്ള പാട്ടിൽ നാം പാടുന്ന പോലെ praise the Lord for counting me, honoring me, എനിക്ക് നൽകിയ ബഹുമാനത്തിന് നന്ദി എന്ന് പറയുവാൻ ഇടയായി. ദൈവസ്നേഹത്തിന്റെ വിശാലത. അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ദൈവസ്നേഹത്തിന്റെ നീളം, ദൈവസ്നേഹത്തിന്റെ ദൈർഘ്യം എന്ന് ഞാൻ പറയട്ടെ. ദൈവസ്നേഹത്തിന്റെ നീളം. കർത്താവ് തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. The lost. ഞാൻ നഷ്ടപ്പെട്ടവനാണെന്നുള്ള ബോധം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ആർക്കാണുള്ളത്? കർത്താവിന്റെ രക്ഷ അറിഞ്ഞവർക്ക് മാത്രമാണ്. ആ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? കർത്താവ് വന്നത് എന്തിനാണ്? ഇങ്ങനെ നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞ് രക്ഷിക്കേണ്ടതിന് വേണ്ടി. To seek and save the lost. തിരഞ്ഞ് രക്ഷിക്കേണ്ടതിനായിട്ട്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ദൈർഘ്യം എങ്ങനെയായിരിക്കുന്നത്? ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ദൈർഘ്യം നമ്മൾ വിചാരിക്കുന്ന പോലെ ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ഒറ്റ നിമിഷം കൊണ്ടൊന്നും അല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. നമ്മളൊരു കൂടിവരെ വന്ന് വചനം കേട്ട് നമുക്ക് ബോധമുണ്ടായി, നമ്മൾ കർത്താവിനെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം എന്ന് പറയുന്ന ഒറ്റ സംഭവത്തിലല്ല ദൈവത്തിന്റെ സന്ദർശനം നമുക്കുണ്ടായത്. ലോങ് ബാക്ക്, അതിനെത്രയോ പുറകിൽ. ഗോഡ്സ് ലവ് വാസ് ഇൻ പർസ്യൂട്ട് ഓഫ് us. ദൈവത്തിന്റെ സ്നേഹം എത്രയോ പുറകിൽ നമ്മുടെ പുറകെ ഉണ്ടായിരുന്നു. We never knew that. നാം ഒരിക്കലും അറിഞ്ഞില്ല. ഒരു പാട്ട് നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ചപ്പോൾ, ഒരു പ്രത്യേക കാലത്ത് നമ്മുടെ മനസ്സിനൊരു തുറവി വന്നപ്പോൾ, ഒരു ചിന്തയിൽ കൂടി ദൈവത്തെങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറിയപ്പോൾ, ഒരു നല്ല മനുഷ്യരുമായിട്ട് സംസാരിച്ച് അദ്ദേഹം ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ, we never knew that there is somebody pursuing us. നമ്മുടെ പിന്നാലെ നമ്മളെ അനുധാവനം ചെയ്യുന്ന ഒന്നുണ്ട് എന്നുള്ളത് നാം അറിഞ്ഞില്ല. The length of the love of God. ദൈവസ്നേഹത്തിന്റെ ദൈർഘ്യം. It took a long time. നമ്മുടെ പിന്നാലെ വന്ന ദൈവസ്നേഹം. Yes Lord, here I am. ഇതാ കർത്താവേ ഞാനെന്ന് പറയുന്ന ആ ഒരു സന്ദർഭം എത്തുന്നവരെ the length of God's love. ദൈവസ്നേഹത്തിന്റെ നീളം നമ്മുടെ പുറകിലുണ്ട്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത, കർത്താവിൻ്റെ ആ
കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ ശുശ്രൂഷ വളരെ പേഴ്സണൽ, വളരെ വ്യക്തിപരവും വൈയക്തികവുമായിരുന്നു. പേഴ്സണൽനെസ് ഓഫ് ക്രൈസ്റ്റ് മിനിസ്റ്റർ. നാം സാധാരണ ശുശ്രൂഷയെക്കുറിച്ചിരിക്കുമ്പോൾ ഒരു ആൾക്കൂട്ടത്തിന് മുമ്പിൽ നിൽക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഒരു സംഭവം ചെയ്യുക, ഒരു വലിയ വലിയ കാര്യം നിർവഹിച്ചെടുക്കുക, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്തയിലുള്ളത്. ശുശ്രൂഷയിൽ എപ്പോഴും ഈ കാര്യങ്ങളും വസ്തുതകളും വലിയ കാര്യങ്ങളും ഒന്നും അല്ലിരിക്കുന്നത്. ശുശ്രൂഷയിൽ എപ്പോഴും ഇരിക്കുന്നത് എ പേഴ്സൺ, ഒരു വ്യക്തിയാണ് അതിന് മുമ്പിൽ. കർത്താവിൻ്റെ ശുശ്രൂഷയെല്ലാം ഇറ്റ് വാസ് ടു എ പേഴ്സൺ, ഒരു വ്യക്തിയായിരുന്നു. പുരുഷാരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ജീസസ് ന്യൂ എവറി ഇൻഡിവിജ്വൽ ദേ. ഒരു വ്യക്തിയെ കർത്താവ് അറിഞ്ഞിരുന്നു. ആ വ്യക്തിയോടായിരുന്നു കർത്താവിൻ്റെ ശുശ്രൂഷ. നമ്മൾ ഈ പുതിയ നിയമം വായിക്കുന്ന സമയത്ത്, സുവിശേഷം വായിക്കുന്ന സമയത്ത് എരിഹോ വഴി പോയ കാര്യം, ബെഥാനിയ പോയ കാര്യം, ബെത്സേദയുടെ കാര്യം, ഈ കാര്യങ്ങളൊക്കെ വായിക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന കർത്താവ് ഒരു വഴിക്ക് പോയ വഴിക്ക് ഇടയ്ക്ക് വെച്ച് ഒരാളെ കണ്ടു, ആളിനോട് സംസാരിച്ചു, വേറെ ആളെ സ്പർശിച്ചു, സൗഖ്യമാക്കി. ഓൺ ദ വേ ഹി ഫൗണ്ട് സംതിങ് ആൻഡ് ദാറ്റ് ഹാപ്പൻഡ്. തൻ്റെ വഴിയിൽ എന്തൊക്കെയോ സംഭവിച്ചു, കണ്ടു, അത് ചെയ്തു എന്നുള്ളതാണ്. ഓൺ ദ വേ. നോ, കർത്താവ് പോയ വഴിയിലല്ല, തിരിച്ചാണത്. കാണേണ്ട ആളെ കാണേണ്ടതിനായിട്ട് ഒരു വഴിക്ക് പോവുകയായിരുന്നു. ഒരു ദിവസം രാവിലെ ശിഷ്യന്മാരുമായിട്ട് നമുക്കെന്നാ എരിഹോയ്ക്ക് ഒന്ന് വായിച്ചു വരാം. അങ്ങനെയല്ല കർത്താവ്. ജീസസ് സോ സമൺ ദേർ ബിഫോർ ഹാൻഡ്. മുൻകൂട്ടി സക്കായിയെ കർത്താവ് കണ്ടു. ഡയറക്റ്റ് ഹിസ് പാത്ത്. എരിഹോ വഴിക്ക് പോകുവാനായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കർത്താവ് എടുത്തു. ജീസസ് ട്രാവൽ ഓൾ ദ വേ. എരിഹോ വഴി പോകാനായിട്ടുള്ള നിർണയം, ആ തീരുമാനം നടപ്പ് വന്നത് ഹി ഫോർസ് വൺ മാൻ. ഇതാ ഒരു മനുഷ്യനെ മുൻകൂട്ടി കണ്ടു. ചുങ്കക്കാരുടെ പ്രധാനിയായിരിക്കുന്ന ചീഫ് ടാക്സ് കളക്ടർ. ഹി സോ ഹിം. അങ്ങനെ തന്നെയാണ് ശമരിയ വഴി പോയത്. എന്നാൽ കുറച്ചേരം ഇവിടെ ഇരുന്നേക്കാവുന്ന ഇരിക്കുന്ന വഴിയിൽ ഒരാൾ അവിടെ വരികയല്ല ചെയ്തത്. കർത്താവ് മുൻകൂട്ടി ശമരിയക്കാരത്തി സ്ത്രീയെ കണ്ടു. He took that way. ആ വഴി പോവുകയായിരുന്നു. ബെഥാനിയിലെ ലാസറും മാർത്തയും മറിയയും കർത്താവ് അവർക്കായിട്ട് അവിടെ പോയതാണ്. The Lord's way for an individual. ഓരോ വ്യക്തിക്കും വേണ്ടിയാണ് യേശു നടന്നു കിടന്നത്. ദൈവമക്കളെ, കർത്താവിൻ്റെ മാർഗം നാം നന്നായിട്ട് അറിയണം. ഈ നടപ്പ് എത്രത്തോളമാണ്? ഇറ്റ് ഷോസ് ദ ലെങ്ത് ഓഫ് ദ ലവ് ഓഫ് ഗോഡ്. ദൈവസ്നേഹത്തിൻ്റെ നീളം. ഹു ക്യാൻ മെഷർ ഇറ്റ്? ദൈവസ്നേഹത്തിൻ്റെ നീളം ആർക്ക് അളക്കുവാനായിട്ട് കഴിയും? ശിഷ്യന്മാരോടുവിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യം പറഞ്ഞ ശേഷം ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യഹൂദിയിലും യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം, ടു ദി എൻഡ്സ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ അങ്ങേയറ്റം വരെ. ആ പദത്തിൻ്റെ അതിന് വിശാലാർത്ഥമുള്ളൊരു പദമാണ് എൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ റിമോട്ടസ്റ്റ്, ആരും കടന്നില്ലാത്ത ഇടം വരെ. ദ ഫാർദസ്റ്റ്, ഏറ്റവും അങ്ങേയറ്റം വരെ. ടു ദി എൻഡ്സ്, അങ്ങേയറ്റം വരെ. ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളം എന്ന് പറയുന്ന അങ്ങേയറ്റം വരെ. നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നോളം ദൈവത്തിൻ്റെ സ്നേഹം എത്തി? യെസ്. പെന്തക്കോസ്ത് നാളിന് ശേഷം നാം കാണുന്ന കാര്യമാണ് ഇല്ലേ? ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തു കൂടി ഫിലിപ്പോസിനെ അയക്കുന്നു. ഷണ്ണൻ എത്യോപ്യയിൽ നിന്ന് വരുന്നു. എത്യോപ്യയിൽ നിന്ന് വന്ന് തിരിച്ച് യെരുശലേമിൽ നിന്ന് മടങ്ങിപ്പോകുന്നു. 1800 മൈല് ഫിലിപ്പോസിനെ അവിടേക്ക് അയക്കുന്നു. ഈ മരുഭൂമിയിൽ കൂടി ഒറ്റ മനുഷ്യന്റെ അടുത്തേക്ക് വിടുന്നു. യെരുശലേമിൽ ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർ വൺ മാൻ, ഒരു മനുഷ്യന് വേണ്ടി. പൗലോസ് അനേക തടസ്സങ്ങളും എതിർപ്പുകളും പീഡകളും സഹിച്ച് മുമ്പോട്ട് പോകുന്നു. ഒരാളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതായിട്ട് നാം കാണുന്നു. ദൈവം ലുദിയായുടെ ഹൃദയത്തെ തുറന്നു. അങ്ങ് ഒരു റോമൻ സൈന്യാധിപന് സ്വപ്നം ഉണ്ടാകുന്നു.
പത്രോസിനെ കുറിച്ചുള്ള ദർശനം ഉണ്ടാകുന്നു. തിരിച്ച് പത്രോസിനും അങ്ങനെ ഉണ്ടാകുന്നു. പത്രോസും കൊർന്നേലിയസും തമ്മിലൊടുവിൽ കണ്ടുമുട്ടുന്നു. ജാതികൾ സുവിശേഷം സ്വീകരിക്കുവാനായിട്ടുള്ള പ്രാരംഭം അവിടെ ഉണ്ടാകും. എന്തൊരു വൈവിധ്യം! ഇവിടേക്കെല്ലാം God is so personal. വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു സന്ദർശനമാണ്. കൂട്ടത്തിൽ ഒരിടത്ത് പോയപ്പം കൂട്ടത്തിൽ വെച്ച് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരും കൂടി, ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു. നോ, ഐ നോ ദ ലോർഡ് ടച്ച് മീ. എന്നെ സ്പർശിച്ചു എന്ന് എനിക്കറിയാം. ആൻഡ് ദ ലോർഡ് സ്പോക്ക് ടു മീ. കർത്താവ് എന്നോടാണ് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളോട് അങ്ങനെ കർത്താവ് സംസാരിക്കാറുണ്ടോ? The Lord was speaking to my heart. കർത്താവിൻ്റെ ഹൃദയത്തോട് സംസാരിക്കുകയാണ്. The length of the love of God. ദൈവസ്നേഹത്തിൻ്റെ ദൈർഘ്യം. യെസ്, നമുക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ കഴിയും. ചിലരൊക്കെ ഓർക്കാറുണ്ട്, നിങ്ങൾ എപ്പോഴും ഓർത്തിട്ടില്ലേ? എങ്കിലും അവരൊക്കെ നേരത്തെ കൊച്ചിലേ തൊട്ട് സൺഡേ സ്കൂൾ തൊട്ട് പഠിച്ചു വന്നവരാ. ഞാനാണെങ്കിൽ സൺഡേ സ്കൂൾ എന്നുള്ള പേര് പോലും കേട്ടിട്ടില്ല. ഞങ്ങളുടെ അടുത്തെങ്ങും വിശ്വാസികളും ഉണ്ടായിരുന്നില്ല. ഈ സുവിശേഷം എൻ്റെ അടുത്ത് വരാൻ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല, ഒരു സാധ്യതയും ഒരു പശ്ചാത്തലവും ഉണ്ടായിരുന്നില്ല. But how it came to me? അതെങ്ങനെ എൻ്റെ അടുത്തോളം എത്തി? ദൈവസ്നേഹത്തിൻ്റെ ദൈർഘ്യം. ദൈവസ്നേഹത്തിൻ്റെ ദൈർഘ്യം നമ്മളോളം എത്തി. യെസ്, ഇത് നമ്മൾ അക്നോളജ് തുടങ്ങണം. ആദ്യം അവരവർക്ക് ഇത് കിട്ടണം. അത് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഡെപ്ത് ഓഫ് ദ ലവ് ഓഫ് ഗോഡ്. ദൈവസ്നേഹത്തിൻ്റെ അഗാധത, ആഴം. ഡെപ്ത്, ഡെപ്ത്, ആഴം. നമുക്ക് സാധാരണ ആഴത്തെക്കുറിച്ച് പറയാൻ പല അളവുകളുണ്ട്. സമുദ്രത്തിലുള്ള അളവിനൊരു പ്രത്യേക പേരാണ് പറയുന്നത്. പർവ്വതങ്ങളുടെ അളവിന് മറ്റൊരളവാണ് പറയുന്നത്. ആഴത്തിന് പല ഭാഷകളും. ദൈവസ്നേഹത്തിന്റെ ആഴത്തിന് ഏത് ഭാഷ, ഏതളവിയാൻ പറ്റും? മെട്രിക് മെഷറാകാൻ പറ്റുമോ? അത് അടിക്കണക്ക് പറ്റുമോ? അത് മീറ്ററിൽ പറ്റുമോ? അത് വേറെയെങ്കിലും? How can we measure it? That is why it said unfathomable. അളക്കുവാൻ കഴിയാത്ത ആഴമെന്ന് പറഞ്ഞിരിക്കുന്നു. ശിമോൻ യേശുവിനെ ഒരു വിരുന്നിന് വിളിച്ചു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇത് വലിയൊരു ഡിഗ്നിഫൈഡ് ക്രൗഡാണ്. അവിടെ വളരെ അറിയപ്പെടുന്ന പരീക്ഷൻ പലരെ കൂട്ടി ഒരു ഫീസ് നടത്തുകയാണ്. ഡെഫിനറ്റ്ലി ധനാഠ്യനാണ്, ശ്രദ്ധേയനാണ്. അവിടെ പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത, ആരും ധൈര്യപ്പെടാത്ത, അങ്ങനെ വിളിക്കാതെ കയറാൻ ലജ്ജിക്കേണ്ടിയിരിക്കുന്നവരിടത്തേക്ക് ഇൻവിറ്റേഷൻ ഇല്ലാതെ വരികയാണ് ഒരാൾ. കമ്മിങ് വിത്തൗട്ട് ഇൻവിറ്റേഷൻ, ക്ഷണമില്ലാതെ വരികയാണ്. ആരാണത്? പേരില്ല. പട്ടണത്തിലെ പാപിയായ സ്ത്രീ, അതാ പേര്. പാപിനിയായ സ്ത്രീ. അവൾ നേരെ വന്ന്, was not conscious of the people. അവിടെ ആളുകളെക്കുറിച്ച്, അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കി നിന്ന് അവിടെ ശ്രദ്ധ പോയില്ല. She came to Jesus. യേശുവിൻ്റെ അടുത്തേക്ക് പോയി. നാം കാണുന്നത് എന്താണ്? കർത്താവിൻ്റെ കാൽപാദത്തിൽ കണ്ണുനീര് കൊണ്ട് ആ പാദങ്ങളെ നനച്ചു എന്നാണ് കാണുന്നത്. യേശുവിൻ്റെ പാദപീഠത്തെ കണ്ണുനീര് കൊണ്ട് നനച്ചു. തൻ്റെ മുടി കൊണ്ട് ആ പാദങ്ങൾ തുവർത്തി. എത്രയും വിലപ്പെട്ട ആ തൈലം അവൻ്റെ കാൽക്കൽ ഒഴിച്ച് പുരട്ടി. ആ കാൽക്കൽ അവൾ വീണ്ടും വീണ്ടും മൊത്തം ചെയ്തുകൊണ്ടിരുന്നു. എന്താ കാര്യം? അവൾക്ക് പേരും പോലും ആളുകൾ വിളിച്ചിരുന്നത് സിന്നവുമാണ്, പാപിനിയായ സ്ത്രീ എന്നാണ്. എ ബ്രാൻഡഡ് സിന്നർ.
പേരുകൊണ്ട് തന്നെ അറിയപ്പെട്ടിരുന്ന അങ്ങനെയാണ്. 7 ഭൂതങ്ങൾ പുറപ്പെട്ടിരുന്ന കർത്താവ് 7 ഭൂതങ്ങളെ വിടുവിച്ച മഗ്ദലക്കാരത്തിയായ മറിയ അല്ലേ? നമ്മളിന്ന് മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 7 ഭൂതങ്ങൾ പുറപ്പെടുവിച്ച ശേഷം അന്ന് മറിയയുടെ അന്നത്തെ കണ്ടീഷനിൽ നമ്മുടെ ചിന്തയിൽ, ആരുടെയെങ്കിലും ചിന്തയിൽ, ഭാവനയിൽ, ഓർമ്മയിൽ അങ്ങനെ മറിയയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? നമ്മളിന്ന് മഗ്ദലക്കാരത്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ what a blessed woman, എത്ര അനുഗ്രഹീതയായ ഒരു സ്ത്രീ. യേശുവിനെ അനുധാവനം ചെയ്തു, യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞു, കർത്താവിൻ്റെ സ്നേഹത്താൽ അവളുടെ ഹൃദയം രൂപാന്തരപ്പെട്ടു, യേശുവിൻ്റെ ശിക്ഷയായി തീർന്നു. And that woman, the first woman to whom Jesus declared his resurrection, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആദ്യം ചെന്ന് തൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരോട് പറയുന്നതിന് മുമ്പേ ചെന്ന് മറിയയോട് പറയുകയും അവളെ അയക്കുകയും ചെയ്തു, ചെന്ന് എൻ്റെ സഹോദരങ്ങളെ അറിയിക്കുക എന്ന് പറഞ്ഞു. എന്തായി മറിയയുടെ പ്രത്യേകത? 7 ഭൂതങ്ങൾ പുറപ്പെട്ട അവളും ഇതുപോലെ. പൊതുവായി പറഞ്ഞാൽ പൊതുവിൽ തലവെക്കാൻ കഴിയാതിരുന്ന, ജീവിതം തകർന്നു പോയ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ, ജീവിതത്തിൽ എല്ലാ ആശയം വെടിഞ്ഞ് തകർന്നു പോയ ആ മറിയ, the depth of the love of Christ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമുള്ള. It could never happen to me. എനിക്കെങ്ങനെ ഇത് സംഭവിക്കാൻ കഴിയും? സക്കായി പറഞ്ഞ പോലെ എങ്ങനെ നിനക്ക് എൻ്റെ വീട്ടിൽ വരാൻ കഴിയും? ശതാധിപൻ പറഞ്ഞ പോലെ നീ എൻ്റെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല. I'm too small for you to come to my house. എൻ്റെ വീട്ടിലേക്ക് വരാനും മാത്രം ഞാൻ ആരുമല്ല. ദൈവസ്നേഹത്തിൻ്റെ ആഴം, ദൈവസ്നേഹത്തിൻ്റെ ആഴം. കർത്താവിന് തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവർ, കർത്താവിനായിട്ട് വേർതിരിക്കപ്പെട്ടവർ, കർത്താവിനായി ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവർ ഇത് തിരിച്ചറിയുന്നവരാണ് സ്വന്തം ജീവിതത്തിൽ. ദൈവസ്നേഹത്തിൻ്റെ വിശാലത ഞാൻ അറിഞ്ഞു. എന്നെയും കർത്താവ് കൊണ്ടുവന്നു. The Lord named me, called me and brought in. എൻ്റെ പേരും വിളിച്ച് കർത്താവിനെ അകത്ത് കൊണ്ടുവന്നു. Praise the Lord. Amen. ഒരിക്കലും സുവിശേഷം കേട്ടിട്ടില്ലാത്ത, സുവിശേഷത്തിന്റെ വെളിച്ചം എത്തിയിട്ടില്ലാത്തൊരു പ്രദേശത്ത് സത്യദൈവത്തെ ആരാധിക്കുവാൻ ഒരിക്കലും കഴിയാതിരുന്നിടത്ത്, ഏതെല്ലാം വിധത്തിൽ, ഏതെല്ലാം കുടുക്കുകളുടെ കുടുങ്ങിക്കിടന്ന ഇടത്ത്, അന്ധകാരത്തെ നടുക്ക്, ഹൗ കം, എങ്ങനെ എനിക്ക് കർത്താവിന്റെ സ്നേഹം അറിയുവാനായിട്ടായി തോന്നുന്നു. ദൈവഭക്തന്മാരെ സമയത്ത് ഒരു മാർവലാണ്. ലോർഡ്, വൈ മീ, എന്തുകൊണ്ട് ഞാൻ? ദൈവസ്നേഹത്തിന്റെ വീതി, നീളം പറയണം. എന്നോളം ആ സ്നേഹം എത്തി. എന്നോളം അതിന്റെ ആഴം തീർന്നില്ല കേട്ടോ. ദൈവം എന്നെ സ്നേഹിച്ചു, എന്നെ കണ്ടു, എന്നെ തൊട്ടു. ഇല്ല. വേറെ കാര്യമുണ്ട് ഇതിലൊക്കെ. അപ്പുറത്തൊരു കാര്യം കൂടിയുണ്ട്. ദൈവസ്നേഹത്തിന് എന്നാ ഉണ്ട്? ദ ഹൈറ്റ് ഓഫ് ഗോഡ്സ് ലവ്. ദൈവത്തിന്റെ സ്നേഹത്തിന് ഉയരമുണ്ട്. പ്രൈസ് ലോർഡ്. ഈ അഗാധ തലത്ത്, ഈ നഷ്ടപ്പെട്ടു പോകാത്ത, ഈ തകർന്ന് തീർന്നുടഞ്ഞ്, കുടുംബമില്ലാത്ത എനിക്ക്, പഠനമില്ലാത്ത എനിക്ക്, ലോകമൊരിക്കലും ആദരിക്കാത്ത എനിക്ക്, എന്നെ തള്ളിക്കളഞ്ഞെടുത്ത്, എന്നെ ഇറക്കി വിട്ടിടത്ത്, എന്നെ ചവിട്ടി പുറത്താക്കിയെടുത്ത്, എനിക്ക് അഡ്രസ് ഇല്ലാത്തടത്ത് എൻ്റെ ദൈവത്തിന്റെ സ്നേഹം ഞാൻ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ടോ നിങ്ങൾ കണ്ടോ, ചില ആളുകളൊക്കെ വചനം സംസാരിക്കാൻ നേരം ചിലരുടെ ധൈര്യം, PhD ഇല്ല, പോട്ടെ PhD, അവരൊന്നും പഠിക്കും, അവർ കഷ്ടിച്ച് ബൈബിൾ വായിക്കാൻ അറിയത്തുള്ളൂ. അവരുടെ കുടുംബം എന്താണ്, അവരുടെ ജാതി എന്താണ്, അവരുടെ തൊഴിൽ എന്തായിരുന്നു, ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇൻറ്റുവിടേണ്ടി വരും. എല്ലാം താഴെയാ, ഒന്നിനും പാസ് മാർക്കില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, എൻ്റെ കർത്താവിനെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ വചനം ശക്തിയോടെ വിളിച്ചറിയിക്കുമ്പോൾ, എന്നെ ധൈര്യമായത്, എന്നെ ഒരു തൻ്റെ ഇടമായത്.
എങ്ങനെയാ ഇങ്ങനെ ശക്തമായിട്ട് ഇത്ര അഭിഷേകത്തോടുകൂടി ഇത്ര ഇത്ര നിറവോടുകൂടി എങ്ങനെ പറയാനായിട്ട് കഴിയും? ദൈവസ്നേഹത്തിൻ്റെ ആഴവും അതിൻ്റെ വീതിയും അതിൻ്റെ നീളവും സ്വന്തം ജീവിതത്തിൽ അറിഞ്ഞു എന്ന് മാത്രമല്ല, ദൈവസ്നേഹത്തിൻ്റെ ഉയരം കൂടി മനസ്സിലാക്കി. എന്നെ തൊട്ടു, എന്നെ സ്വീകരിച്ചു, തന്നോടൊപ്പം എന്നെ ഇരുത്തി, തൻ്റെ ഹൃദയം എന്നോട് പകർന്നു, എൻ്റെ കർത്താവിനോടുള്ള കൂട്ടായ്മ എനിക്ക് തന്നു. ജ്ഞാനികൾക്കും വിവേകികൾക്കും പറഞ്ഞു വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ തിരുവഴുത്തുകൾ എനിക്ക് തുറന്നു തന്നു. പഠിത്തക്കാരെ, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്തത് ഒരു പഠിത്തവും ഇല്ലാതെ എൻ്റെ ഹൃദയത്തെ കർത്താവിനെ തുറന്ന് തന്നോടുകൂടി ഇരുത്തിയപ്പോൾ ഞാൻ പറയുന്ന വാർത്ത കേട്ട് വേണം നിങ്ങൾ മാനസാന്തരപ്പെടാൻ. ഞാൻ പറയുന്ന ദൈവശബ്ദം കൊണ്ട് വേണം നിങ്ങളുടെ ഹൃദയം ഉണർത്തപ്പെടുവാൻ. പാപികളെ മനംതിരിവീൻ. ടി.എൽ. മോഡി ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസേഴ്സുമൊക്കെ ഇരിക്കുന്നിടത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. ടി.എൽ. മോഡിയുടെ പഠിത്തം അന്നും കഷ്ടിച്ച് വളരെ വളരെ അത്യാവശ്യം എഴുതാനും വായിക്കാനും ആളുകൾ കളിയാക്കുമായിരുന്നു. എന്നാൽ ഈ വലിയ പ്രൊഫസേഴ്സും അവരൊക്കെ തൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ടി.എൽ. മോഡി പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞത്, എൻ്റെ മുമ്പിൽ കുറെ കൊച്ചു കൊച്ചു മൺകൂന ഇരുന്ന പോലെ എനിക്ക് തോന്നിയത്. The height of God's love. When God picks up a man, ഒരു മനുഷ്യനെ ഒരു തൊട്ട് ഉണർത്തി എഴുന്നേൽപ്പിക്കുമ്പോൾ, തൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ പകരുമ്പോൾ, ദൈവത്തോട് സംസർഗവും കൂട്ടായ്മയും ഉണ്ടാകുമ്പോൾ, the greatest things of the world, ലോകത്തിലെ ഏറ്റവും വലുതും അവൻ്റെ പാദപീഠയായിരിക്കും. That is the love call. സ്നേഹത്തിൻ്റെ വിളി അതാണ്. Come and sit with me. വന്ന് എന്നോട് കൂടി ഇരിക്കുക. ഞാനിനി നിങ്ങളെ മുമ്പോട്ട് വിളിക്കാൻ പോകുന്നത് സ്നേഹിതർ എന്നാണ്. എൻ്റെ ഹൃദയത്തിലുള്ളത് ഞാൻ നിങ്ങളോട് പങ്കെടുക്കും. എൻ്റെ വാർത്ത നീ പോയി പറയും. ദൈവമക്കൾ, നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും വലുതായിട്ട് കയറി വരേണ്ട നിങ്ങളുടെ പഠനമോ നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ ഉദ്യോഗ കയറ്റമോ, ഇതിനൊന്നും ദൈവസഭയിൽ വലിപ്പമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവകൃപയ്ക്ക് മുമ്പിൽ, കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും വിലയില്ലെന്ന് നിങ്ങൾ ഓർക്കണം. വിലയുള്ള ഒറ്റ കാര്യം, ഐ ആം ഇൻ ദ ലവ് ബാൻഡ് ഓഫ് ഗോഡ്. സ്നേഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഞാൻ. ഐ ആം ലവ്ഡ്. ഞാൻ സ്നേഹിക്കപ്പെട്ടവനാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും ഉയരവും നീളവും വീതിയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവനാണ് ഞാൻ. ദാറ്റ് ഈസ് മൈ ഓണർ. എൻ്റെ മാന്യത അതാണ്. ദാറ്റ്സ് മൈ ഡിഗ്നിറ്റി. എൻ്റെ അഭിമാനം അതാണ്. എൻ്റെ സ്ഥാനം അതാണ്. ആമേൻ. നമ്മുടെ വാക്കുകൾ നമ്മുടെ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മെ തന്നെ നിലയുറപ്പിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. എല്ലായിടത്തും ശേഷം ലോകത്തിൽ വലിപ്പം കാണിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന ശേഷം എനിക്ക് ഈ ഗതി പറ്റിയല്ലോ, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, പിന്നെ എൻ്റെ കാര്യം ആരറിയും? ദൈവം മാത്രം അറിയുന്നു. ഒരു സാധുവായ ഞാൻ. വാട്ട് ഹാവ് യു അണ്ടർസ്റ്റുഡ് ഓഫ് ദ ലവ് ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മാന്യതയ്ക്ക് ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന എക്സോൾട്ടേഷൻ, ആ ഉയർച്ചയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. എന്ത് കിട്ടിയാലും പറയണം, ലോർഡ് ദിസ് ഇസ് നത്തിങ്, ദിസ് ഇസ് നത്തിങ്. ലോകത്തിൽ നമുക്ക് എന്ത് കിട്ടിയാലും പറയണം, ദിസ് ഇസ് നത്തിങ്, ഇതൊന്നുമല്ല കർത്താവേ. ദ ബിഗർ തിങ് ഈസ് യുവർ ലവ് കെയിം ടു മീ. അവിടുത്തെ സ്നേഹം എങ്കിലേക്ക് വന്നു എന്നുള്ളത് ദ ബിഗർ തിങ്, വലിയ കാര്യം. പ്രൈസ് ദി ലോർഡ്. അത് നാം അറിയണം. അതാണ് നാം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. നാം അറിയുന്നത് എങ്ങനെയാണ്? സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. വായിക്കാമോ അത്? സ്നേഹത്തിൽ നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. ദൈവമക്കൾ എവിടെ വരണം? ഡോക്ടറിൻസ് അറിഞ്ഞാൽ പോരാ. ഒത്തിരി നല്ല ജീവിതത്തെക്കുറിച്ച് പഠിച്ചാൽ പോരാ. എങ്ങനെയാ മറ്റുള്ള മുമ്പിൽ മാന്യനായി ഷേപ്ഡ് ആകേണ്ടതെന്ന് പഠിച്ചാൽ പോരാ. കുറെ തത്വങ്ങൾ പഠിച്ചാൽ പോരാ. നാം സ്നേഹത്തിൽ വേരൂന്നേണം. യേശു സ്നേഹിച്ച ശിഷ്യന് എങ്ങനെ യോഹന്നാൻ കയറി പറഞ്ഞു? അതിൻ്റെ അർത്ഥം എന്നാ? നിങ്ങളെ ആരും സ്നേഹിച്ചില്ല, ഞാനാണെന്നാണോ? നമ്മൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാര്യത്തിൽ കർത്താവ് അവരെയൊക്കെ ഒത്തിരി സ്നേഹിച്ചു കേട്ടോ. ആളുടെ സാക്ഷ്യം ഒന്ന് കേൾക്കണം. എന്നെ സാക്ഷ്യമാണെന്ന് അറിയാം. ഓ, നിനക്കെന്നെ ഒന്നും പറയാനില്ലാത്തത്. എന്നെ അത്രയും സ്നേഹിച്ചില്ലല്ലോ. Can you say, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് നിങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുമോ? യേശു സ്നേഹിച്ച ആ ശിഷ്യൻ ഞാനാണെന്ന് പറയാൻ പറ്റുമോ?
സ്നേഹത്തിൽ വേരൂന്നണം, സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നൽകപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ച് കാണുവാൻ മാത്രമല്ല, ഈ നാം പലപ്പോഴും രാത്രിയിൽ എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കാൻ നേരം മുഴുവൻ അന്ധകാരമല്ലേ, ഒന്നും അവിടെ കാണത്തില്ലല്ലോ. എന്നാൽ ചില ദിവസം അങ്ങനല്ലല്ലോ, ഇവിടെ ഷൈനിങ് സ്റ്റാർസ് കാണത്തില്ലേ, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെ കാണത്തില്ലേ. പലരും സഭയിലൊക്കെ വരുമ്പം ദൈവമക്കളെ കാണുമ്പോൾ മുഴുവൻ അന്ധകാരം, ഇവിടെ മനുഷ്യരൊക്കെ വന്നേച്ചു പോകും, വേറെ ഒന്നും കാണുന്നില്ല. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമിട്ടവരെ സമയത്തോളം ദൈവമക്കളെ കാണുന്ന സമയത്ത് ഒരന്ധകാരമല്ല, അതിന് നടുക്ക് തിളങ്ങുന്ന നക്ഷത്രങ്ങളെയാണ്. ലവ് സ്റ്റാർസ്, സ്നേഹിക്കപ്പെട്ട തിളക്കമുള്ളവർ. ചില ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിശാലത കാണുന്നു. എങ്ങനെ ഇവിടെ എത്തി, എങ്ങനെ ഈ കൂട്ടത്തിലെത്താൻ പറ്റി? ദൈവസ്നേഹത്തിൻ്റെ ദൈർഘ്യം കാണുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ചെയ്ത വളരെ ക്രൂരമായിരിക്കുന്നൊരു കൊലപാതകം. അതിനുശേഷം ഒരാൾ പല പ്രാവശ്യം എന്നോട് ആവർത്തിച്ചു, ദൈവം പോലും ക്ഷമിക്കില്ല, ദൈവം പോലും ക്ഷമിക്കും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? ദൈവത്തിന് പോലും ക്ഷമിക്കാൻ കഴിയില്ല. അടുത്ത കാലത്തെ എത്ര കൊലപാതകളെ കർത്താവ് രക്ഷിച്ചതായിട്ട് നാം കണ്ടു. ഞാൻ ചിലരെ കേട്ടിട്ടുണ്ട്, അവർ സാക്ഷിക്കുമ്പോഴൊക്കെ അവരെ രക്ഷിച്ച് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞ് പറയാണ്, ഗോഡ് സേവ് മീ, എന്നെ ദൈവം രക്ഷിച്ചു. മാനുഷ്യമായിട്ട് ചിന്തിച്ചാൽ ദൈവം പോലും ക്ഷമിക്കില്ല. Yet God forgave them. എന്നിട്ടും ദൈവം അവരെ ക്ഷമിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? നമുക്ക് ആളുകളെ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിശാലത, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗാധത, ഇതൊക്കെയും പലരിലും തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണുന്നു. ദിസ് ഈസ് എ വേ വി വാല്യൂ ഗോഡ്സ് പീപ്പിൾ. ദൈവത്തിൻ്റെ ജനത്തെ നാം എങ്ങനെയാണ് വിലമതിക്കുന്നത്? ലൗകികരെങ്ങനെയാണ് വിലമതിക്കുന്നത്? പറഞ്ഞ് എത്ര പേരെ പഠിച്ചിട്ടുണ്ട്? എന്നാ ജോലി? ഏത് പ്രസ്ഥാനത്തിലാ ജോലി? പിന്നെ ഏത് വീട്ടിലാണ് ജനിച്ചത്? ഏതാ ജാതി? എങ്ങനെയാ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്? ദൈവഭക്തന്മാരെ വിലമതിക്കുന്നത് എങ്ങനെയാണ്? ദൈവസഭയെ വിലമതിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ വിശുദ്ധരെ വിലമതിക്കുന്നത് എങ്ങനെയാണ്? Oh, thank God for the love of God. The length of the love of God, the breadth of the love of God, the depth of the love of God. ദൈവസ്നേഹത്തിൻ്റെ ആഴം, ദൈവസ്നേഹത്തിൻ്റെ നീളം, ദൈവസ്നേഹത്തിൻ്റെ വിശാലത. ഓ ഹല്ലേലൂയ! അത് മാത്രമോ, the height that has come to this brother. ഈ സഹോദരന് വന്നിരിക്കുന്ന ദൈവസ്നേഹത്തിൽ വന്ന ഉയർച്ച. യെസ്, ഞാൻ പണ്ടൊരാളെ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ജോലി എടുത്ത നാട്ടിലും എല്ലാം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് തെറിയൻ വർഗീസ് എന്നാണ്. പുള്ളിക്ക് അത് പറയാൻ അറിയത്തുള്ളായിരുന്നു, തെറിയൻ വർഗീസ്. ചില വർഷങ്ങൾക്ക് ശേഷം കർത്താവിനെ കണ്ട ശേഷം ദൈവസ്നേഹത്തിൽ എപ്പോഴും ജ്വലിക്കുന്ന ഒരു സഹോദരനായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, വളരെ ചെറുപ്പത്തിൽ കണ്ടതാണ്. അദ്ദേഹത്തിന് വേറൊരു പേര് കിട്ടി, ഉപദേശി വർഗീസ്. നിക്നെയിംസ് വരെ മാറാൻ കഴിയും. നിങ്ങളെ ആള് കാണുന്ന വീക്ഷണകോണം മാറാൻ പറ്റും. നിങ്ങളെ നോക്കി പുച്ഛിച്ചിരുന്ന ആളുകൾ നിങ്ങളെ നോക്കുന്ന വ്യത്യസ്തരായിട്ട് നോക്കാൻ തുടങ്ങും. തിരസ്കരിച്ചവർ ബഹുമാനിക്കുവാനായിട്ട് തുടങ്ങും. Why? Because of God's love in me. എനിക്ക് അനുഭവപ്പെടായ സ്നേഹം. ദൈവസഭയിൽ സ്നേഹത്തിൻ്റെ ഈ കണ്ണിൽ കൂടി നാം കാണുന്തോറും ദൈവസ്നേഹത്തെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തത നമുക്കുണ്ടായി. ആമേൻ. എങ്ങനെ? സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടു. ourselves, നാം തന്നെയും പാട്ടുകാരൻ പറയുന്ന പോലെ സ്നേഹത്തിനാഴി തന്നെ മുങ്ങി ഞാൻ ഇന്നും നിമജ്ജനാകുക സ്നേഹത്തിൽ. പ്രൈസ് ദി ലോർഡ്. ലോസ്റ്റ് ഇൻ ഗോഡ്സ് ലവ്. ദൈവസ്നേഹത്തിൽ നാം സൃഷ്ടപ്പെടും തോറും, മുങ്ങും തോറും ദൈവസ്നേഹത്തിൻ്റെ മഹത്വം മറ്റുള്ളവരിലും, വിളിക്കപ്പെട്ടവരിലും, കർത്താവിനെ സേവിക്കുന്നവരിലും, സ്നേഹിക്കുന്നവരിലും, കർത്താവിൻ്റെ സമർപ്പത്തിലും കണ്ട ശേഷം നമുക്ക് ദൈവസഭയെ ആദരിക്കുവാനായിട്ട് കഴിയും.
അന്യോന്യം കാല് കഴുകുന്നതിനെ കുറിച്ച് ചിലരൊക്കെ പറഞ്ഞിട്ട് വന്നു, നന്നായിട്ട് കാല് കഴിച്ച് വന്നേക്കണം കേട്ടോ, അല്ലെ എനിക്ക് കാലെ തൊടാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ കാലേ കാണുന്നുള്ളൂ. ഈ കാല് കഴുകുമെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പ്രവൃത്തി, ഒരു മതഭക്തി. അതല്ലത്. ഏതൊരാളടുത്തേക്കും ചെന്ന ശേഷം ആൾക്ക് വേണ്ടി എന്ത് ശുശ്രൂഷയും ചെയ്യുവാനായിട്ടുള്ള മനസ്സ്, വിനയപ്പെടാനുള്ള മനസ്സ്. അതെങ്ങനെയാണ് അതുണ്ടാകുന്നത്? ഞാൻ എത്രയങ്ങ് താന്നേക്കാം, നമ്മളോട് ഒത്തിരി താഴണമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ല. യു സീ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ഹിം. അവനിലുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തെ കണ്ടാണ് എന്നെ തിരഞ്ഞെടുത്ത കർത്താവ് അവനെയും തിരഞ്ഞെടുത്തു. എന്നെ സ്നേഹിച്ച കർത്താവ് അവനെയും സ്നേഹിച്ചു. എന്നെ കഴുകിയ രക്തം അവനെയും സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. യെസ്, ദൈവസ്നേഹത്തിൻ്റെ ആഴം, ഉയരം, നീളം, വീതി സകല വിശുദ്ധന്മാരോടും കൂടി ഗ്രഹിക്കണം. കർത്താവ് ഈ വചനത്തിൽ നമ്മെ സഹായിക്കുമാറാണ്.